പോണത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണല്ലോ ഈ പുളിഞ്ചി പറയുന്നത്. അത് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം പുളിയാണ്. ആ പുളി ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്, കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം പച്ചമുളക്. അത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ കനം കുറച്ച് കീറിയിട്ട് വഴിക്ക് പോവാം. ഇങ്ങനെ കുരുകുരുന്നരിയ. ഇത് കൊത്തി അരിയണത് പോലെ അരിയ. ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഈ പച്ചമുളകും കൂടി അതേപോലെ ചെറുതായിട്ട് നമുക്ക് അരിയാം. റൗണ്ടിൽ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കനം കുറഞ്ഞ് റൗണ്ടിൽ അരിയാം. പുളി നമുക്കിനി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പം കണ്ടില്ലേ, നല്ല കൊഴുപ്പുണ്ട് പുളി. ഇത് എൻ്റെ വാങ്ങിയ പുളിയല്ല, ഞങ്ങളുടെ സ്വന്തം പുളിയിലുണ്ടായ പുളിയാണ്. നല്ല കട്ടിയുള്ള പുളിയാണ് കേട്ടോ. നമുക്ക് ഈ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാം. ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ, അതുവരെ നമുക്ക് കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണില്ല, കുറച്ച് എണ്ണ ഒഴിക്കണുള്ളൂ. അതിലുണ്ടാക്കിയാൽ മതി. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി ഇതൊന്ന് വേകട്ടെ. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വാട്ടാം. ഇതിൽ ഒരുപാട് എണ്ണ ഒഴിക്കണവരുണ്ട് കേട്ടോ. നമ്മൾക്ക് കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വാടി മൊരിഞ്ഞു വരട്ടെ. പുളിഞ്ചി ഉണ്ടാക്കാൻ ഇഞ്ചിയും പുളിയുമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ചിലർ ഇഞ്ചി പുളി പറയും, ചിലയിടത്തിൽ പുളിഞ്ചി പറയും. പിന്നെ വേറെ വല്ലതും പേരുണ്ടോയെന്ന് അറിയില്ല. ഇത് ഉണ്ടാക്കുന്നത് പണ്ടുള്ളൊരു ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ഒന്നുകൂടി നല്ലതെന്നാണ് പറയുക. ഓട്ടുരുളി ഉള്ളവർ അതിലുണ്ടാക്കും. ഇത് ഓട്ടുരുളിയല്ല, ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. അതെന്താ വെച്ചിട്ടാ, ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകല്ലേ, അപ്പോൾ പച്ചമുളകിൽ എരിവുണ്ടാവും. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടത്. പച്ചമുളകിൽ എരി ഉണ്ടാവും, ഇഞ്ചിയിൽ എരി ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് പുളി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ പുളിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കട്ടിയുള്ള പുളി, ഒരു കരട ഒന്നുമില്ലാത്ത പുളി. ഈ പാത്രം ഒന്ന് കലക്കിയ ഒരിച്ചിരി വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് തിളക്കട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ശർക്കര ആദ്യം തന്നെ ഇടരുത്. പുളി നന്നായിട്ട് വെന്തതിന് ശേഷം ശർക്കര ഇടണം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. പുളി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ അലിഞ്ഞു പോയാൽ ഇനി നമുക്കിതിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ടിട്ട് പിന്നെ ഉപ്പ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ശർക്കരയാണ്. ഇനി ചില പുളികൾ നല്ല പുളി ഉണ്ടാവും, ചില പുളികൾ പുളി കുറവുണ്ടാവും. അപ്പോൾ ആ പുളിയിനനുസരിച്ച് നമുക്ക് മധുരം ശർക്കര അങ്ങ് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഇതാ പറയുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകും. നമുക്ക് പൊടിച്ചിട്ട് ഒന്നും ഇടണ്ട. ഒന്ന് തിളയ്ക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വറ്റിച്ചിഞ്ഞെടുക്കാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, സൂക്ഷിച്ച് ഇളക്കണം, തെറിക്കുള്ളു. ഇത് കണ്ടില്ലേ, നമ്മുടെ പുളിയിഞ്ചി വെള്ളമൊക്കെ വറ്റി തെറിക്കലൊക്കെ നിന്ന് നല്ല പാകത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ മതി. ഹെൽപ്പിലേക്കൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചിട്ട് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ അവിടെ കൊണ്ടുപോയാൽ 2-3 മാസങ്ങളോളം വെച്ചാൽ കേടുവരില്ല. നമ്മുടെ പുളിഞ്ചി റെഡിയായ നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമ്മുടെ പുളിഞ്ചി റെഡിയായ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.